കുട്ടികളെ സോപ്പ് ഇടാനുള്ള അടവാണ്. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയിട്ട് പോകാം. ഐശുക്ക് മാത്രം എത്ര ശരി ചോച്ചുമോളുള്ളിപ്പോ നല്ല കുട്ടിയാണ്. ഓക്കെ ബൈ ടാറ്റാ. അയച്ചോ ഇപ്പൊ വരാം ഞങ്ങള്. സൂചിറിന്റെ മെഷീൻ വാങ്ങാൻ പോകാണ്. വേഗം ഉള്ളി പോയിക്കോ. ഇപ്പൊ വരാ. ടാറ്റ ഇപ്പൊ വരാം. അസ്സലാമു അലൈക്കും. ടാറ്റ നോക്ക് ഇറങ്ങി വരും നോക്ക്. നല്ല സ്പ്രിങ് പോലെ. ആ ടാറ്റ റന വന്നെടുക്ക്. അപ്പൊ ഇതേ നമ്മള് നമ്മുടെ അടുത്ത ഡ്യൂട്ടിയുമായിട്ട് പുറത്തിറങ്ങാൻ പോവാണ് കേട്ടാ. ആദ്യം മെഷീൻ കടയിൽ പോയിട്ട് മെഷീൻ എടുത്തിട്ട് ഇത് വന്നിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു താത്തയാണ്. എനിക്കറിയില്ല, ഞാൻ വേറൊരാളോട് അന്വേഷിച്ച് ജെന്വനായിട്ട് നല്ല പക്കായിട്ട് അവർ അർഹതപ്പെട്ടതാണ് എന്നറിയുന്ന അവർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 മെഷീൻ കൊടുത്ത കൂലിയാണ് കിട്ടാൻ പോകുന്നത്. അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടോ സാർ? എന്തൊന്നും ഇണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയേ. അതെന്താ സുന്ദരിയാണോ ചോദിക്കാൻ പാടില്ല ഭർത്താവിനോട്. പിന്നെ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് കുറെ കമന്റ്സ് വരുന്നുണ്ട്, നിനക്കൊക്കെ നോമ്പ് അല്ലല്ലേ, നിനക്കൊക്കെ മേക്കപ്പ് ഇടാതിരുന്നൂടെ, മേക്കപ്പ് കുറച്ചുകൂടെ നോക്കുക. നിങ്ങളൊക്കെ എന്നെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇനി ഈ മൊബൈൽ എന്നെ ഇത്രയും സുന്ദരിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ മേക്കപ്പ് പറയുന്ന സംഭവം നമ്മുടെ കണ്ണിന്റെ ആകൃതിയോ മൂക്കിന്റെ ആകൃതിയോ നമ്മുടെ ഇതൊന്നും മാറ്റില്ല. എനിക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. ഇത് കൺമഷി കുറച്ച് രാവിലെ ഇട്ടത് കുറച്ച് പരന്ന് കിടപ്പുണ്ട് എന്നല്ലാതെ ഒരു സംഭവം നമ്മുടെ മുഖത്തിരിക്കണം. എനിക്ക് വയ്യ, എനിക്ക് പറഞ്ഞ് എനിക്ക് മടുത്തൊരു സംഭവമാണ്. അപ്പം ശരി, ഏതായാലും നമുക്ക് നേരെ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് രാത്രി ഒരുപാട് പണിയുണ്ട്. പിന്നെ അതുപോലെ അഡ്രസ്സ് അയച്ചവര് അല്ലെങ്കിൽ ആരെങ്കിലും അയക്കാൻ ബാക്കിയുള്ളവർ എല്ലാവരും പകുതി അഡ്രസ്സ് അയച്ചിരിക്കുകയാണ്. മെയിലിലോ ഇനിയിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അയക്കും. ചിലപ്പോൾ പേടിയുള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു അല്ലേ. അതുകൊണ്ട് നമ്മുടെ മെയിലിൽ ഫോൺ നമ്പർ അടക്കമുണ്ടെങ്കിൽ ആ സാധനം അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അത് ചെയ്യാം. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം വിട്ടുപോയതാണ്. സക്കാത്ത് ഇങ്ങനെ നീ നാട്ടുകാരെ കാണിച്ച് ചെയ്യണോ? അത് ഒരു കൈ കൊടുത്ത് വലം കൈ കൊടുത്ത് ഇടം കൈ അറിയാൻ പാടില്ല എന്നുള്ള രീതിക്കൊക്കെ പറയണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്നത്. സദക്ക നമ്മൾ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ അറിയാതിരിക്കാം. പക്ഷേ സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കർമ്മമാണ്. നമസ്കാരം പോലെ നോമ്പ് പോലെ സക്കാത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരാൾക്ക് കൊടുത്തു എന്ന് മറ്റൊരാൾ അറിയുമ്പോൾ അവർ ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു പ്രചോദനമാവട്ടെ എന്നിട്ട് പരസ്യമായിട്ട് തന്നെ ഇസ്ലാം കൊടുക്കാൻ പറഞ്ഞൊരു സംഭവമാണ്. അറിയാത്ത കാര്യത്തിന് ദയവ് ചെയ്ത് അറിയുന്ന പോലെ കമന്റ് ഇടാൻ നിൽക്കരുത് പ്ലീസ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടത് ഞാൻ ഭയങ്കര എന്നിട്ട് എന്നെ എന്തോരം കമന്റിൽ എന്തൊക്കെയാ പറയണ ഒന്നും അറിയില്ല. എന്നിട്ട് അതെ, ഞാൻ ഈ കാര്യം പോലും ഞാനിപ്പോ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് 3 വർഷം ഞാൻ ഇത് മാത്രം പഠിച്ച ഒരാളാണ്. ആ ഒരു പരിഗണന എനിക്ക് നിങ്ങൾ തരണം. അപ്പോൾ എന്നിട്ട് പോലും ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധമില്ല. എന്നിട്ട് ഒന്നും കൂടെ ഉറപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനിങ്ങനെ ഒരു പറയുന്ന സംഭവം തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അറിയുന്നവരോട് എന്താ പറയുക, പള്ളിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ചോദിപ്പിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലെ പറയരുത്. പിന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ടെന്ന് പറയും. ചിലർ മാത്രമല്ല, എല്ലാവരും അല്ല. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് മാമൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊണ്ടുവന്ന് തരുന്നു. ഞാൻ പറയുന്ന അപ്പോഴും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുണ്ടോ ചിലപ്പം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ നമ്മൾ ഇഷ്ടമുള്ളവർ അതെന്ത് വരാത്തത് സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് പ്രമാണിച്ച് ഞാനിവിടെ അടുത്താണെങ്കിൽ പോലും ഇതേ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ചിലർ വീഡിയോ ഫുള്ളും കാണാതെ ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു ആവറേജ് ഒരു വ്യൂ 100K ഒക്കെ ഉള്ള വീഡിയോയ്ക്ക് $30 എടുക്കുക. $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 രൂപ to 72 രൂപൻ്റെ ഉള്ളിൽ. അപ്പോൾ $30 എത്രയെന്ന് ആലോചിച്ച് നോക്കിക്കോ. ലക്ഷങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതും 3 മില്യണൊക്കെ കണ്ടാലേ ഒരു വീഡിയോക്ക് ചില കാര്യങ്ങൾ നമ്മൾ ബോധിപ്പിക്കണം. എന്താ വെച്ചാൽ ചിലർ വിചാരിക്കണോ നീ ഇതൊക്കെ ചെയ്ത്. നമ്മൾ ഇന്നലത്തെ മറ്റേ വീഡിയോയിൽ ഈ കൊടുത്ത കാശൊക്കെ നമുക്ക് 10 ഇരട്ടിക്ക് യൂട്യൂബ് തരും. അത് കൊടുത്തത് എത്ര, യൂട്യൂബ് കിട്ടാൻ പോകുന്നത് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ ചെറിയ ദാനത്തിനും ധർമ്മത്തിനും ആണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങളും കൂടെ പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും സന്തോഷിക്കാം. ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് ഇതുപോലെ കൊടുക്കാനൊന്നും കഴിയുന്നില്ലല്ലോ നിങ്ങളുടെ സങ്കടം. നിങ്ങൾ സങ്കടപ്പെടണം, നിങ്ങളുടെയും കൂടെ മുതലാണ് ഞാൻ ഈ കൊടുക്കുന്നത്. പിന്നെ ഞാനല്ല, നമ്മളീ കൊടുക്കുന്നത്.
പിന്നെന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല നല്ല കമൻസും ഒരുപാട് ദുആയും എന്താ പറയുക, നമ്മൾ നെഗറ്റീവ്സ് മാത്രം പറയാൻ പാടില്ല. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും. എനിക്ക് ഇത്രയും ദുആ കിട്ടുമ്പോൾ ഞാനത് ഓരോന്നും ചിരിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ വായിക്കണം. എനിക്കും എൻ്റെ ഇക്കാക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഫോൺ ചെയ്യാറുണ്ട്. ഫോൺ ചെയ്ത് പറയാറുണ്ട്, ഫോൺ ചെയ്ത് പറയണ്ട പറയും. ഭയങ്കര തിരക്കാണ്ട് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കടയിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കോൾ വരും. അവർ സന്തോഷം കൊണ്ട് വിളിക്കുന്നതാണ്. അവർക്ക് അവരോട് ഫോൺ ചെയ്ത് പറയണ്ട പറയുന്നത്. ഏതായാലും സന്തോഷം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ അതിപ്പോൾ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ചെറിയ കുട്ടികൾക്ക് ഒരുപാട് പേര് ഡ്രസ്സ് ചോദിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നവർ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് നമ്മുടെ കുട്ടികൾക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു വീട്ടിലൊരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ കുറേ കുട്ടികളുടെ ഡ്രസ്സില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് നമുക്ക് ഒരിക്കലും കഴിയും തോന്നില്ല അല്ലേ, സൈസ് കാര്യങ്ങൾ. ഇപ്പൊ പിന്നെ നമ്മുടെ ഒരു സാമ്പത്തികത തീർന്നു പോയി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രാവശ്യം വലിയ രീതിയിൽ ചെയ്യാം കേട്ടോ. ഹലോ, ചർണാകുഷി എവിടെയാണെന്നൊന്ന് പറയോ? ഇല്ല, അവിടെ വന്നിട്ട് വിളിച്ചാ മതിയാ? ഇല്ല, ഞങ്ങളിതപ്പോൾ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടൊന്ന് കൺഫേം ആക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് എത്രയായി? ഓ, ഇപ്പൊ മക്കള് കടിച്ചു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ മാത്രം ഒറ്റയ്ക്കാണ് അല്ലേ? മെഷീൻ തയ്ച്ചിട്ടായിരിക്കൂല്ലേ ജീവിക്കുന്നത്? അവിടെ അടുത്തുള്ളവർക്കൊക്കെ തയ്ച്ചു കൊടുക്കോ? അവർക്കൊക്കെ തയ്ച്ചു കൊടുക്കോ? ശരി. അപ്പോൾ ഞങ്ങളിപ്പോൾ വരും, പുതിയ മെഷീനും കൊണ്ട് ഞങ്ങൾ വരാം. അപ്പോൾ നിങ്ങളുടെ പഴയ മെഷീൻ വേറെ ആർക്കെങ്കിലും കൊടുക്കില്ലേ? ആർക്കെങ്കിലും ഉപകാരമുള്ള പോലെ കൊടുക്കി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വരാം. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ അല്ലേ? കനാല് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ നോക്കട്ടെ. അവിടെ വന്നിട്ട് വിളിക്കാം. ശരി, അസ്സലാമു അലൈക്കും. ഞാൻ പഠിച്ചിട്ടില്ല. അതിലെ കഞ്ഞി കുടിക്കുന്ന അപ്പോൾ ഇതേ അവസാനം നമ്മൾ ഈ ഒരു മെഷീനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ഹെവി മെഷീനാണ്, നല്ലതാണ്. പിന്നെ കുറച്ച് നൂലും അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ അഡീഷണലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ചും കൂടെ ഒന്ന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ചിലർ പറയും സക്കാത്ത് പൈസയായിട്ടും അങ്ങനെ, അത് ഓരോ അഭിപ്രായങ്ങളാണ്. ആ ഒരു മൂല്യത്തിന് കറക്റ്റായിട്ടുള്ളത് നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ പൈസയായിട്ട് കൊടുത്താൽ അവർ വന്ന് വാങ്ങണം, ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ട്. ഓട്ടോയ്ക്ക് പിന്നെ വന്ന് പോയി അതിനേക്കാളും നല്ല അവരെ വീട്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അങ്ങാടിയിൽ നിന്നാണ് കേട്ടോ അവസാനം മെഷീൻ എടുത്തത്. ആദ്യം നോക്കിയ മെഷീനേക്കാളും കുറച്ച് ഹെവി മെഷീനാണെന്ന് പറഞ്ഞപ്പോൾ അതന്നെ എടുത്തു. അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. പാലക്കാട് അധികം നമ്മൾ കാണാറില്ല അല്ലേ സബ്സ്ക്രൈബേഴ്സിനെ, പക്ഷെ ഇപ്പോൾ കാണുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് കണ്ടു കേട്ടോ. അപ്പം ഇനി അവിടെ അവരുടെ വീട് നമുക്കറിയില്ല, പോയിട്ട് അവിടെ നിന്ന് തപ്പി പിടിക്കണം. നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ അയക്കണം. അതാണ് അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് വേണം അടുത്തത് പാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാൻ, നമ്മുടെ ഡ്രസ്സ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി എന്തായാലും നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട്, 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്ക ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. വെജ് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സമൂസ വെക്കുന്നുണ്ട് പയ്യന്മാർ. അപ്പോൾ അവരിൽ നിന്ന് അതും വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ എന്തായാലും പോകുന്ന വഴിയിൽ വാങ്ങി കൊടുക്കും. അപ്പോൾ നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ വീട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നല്ല കഷ്ടമാണ് കേട്ടോ. കുറേ 50 അല്ല 500 അതിൻ്റെ മേലെ വീടുകളൊക്കെ ഉള്ള സ്ഥലം. അത് അവരെ കിട്ടി. ശരി വരാം. വഴി കണ്ടിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ കൊണ്ട് സംഭവം. അങ്ങനെ വയസ്സായ ഒരു പാവൊരു ഉമ്മട്ടാ. ഇവരില്ലേ നല്ല വയസ്സായ ഒരു പാവ ഉമ്മയാണ്. ആകെ ശരിക്കും അർഹതപ്പെട്ടവരിലേക്കാ. ആകെ ഈ ഒരു വരുമാനത്തിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. 2 പെൺകുട്ടികൾ തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം കൊടുത്തിട്ട് നാം കൊടുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം അല്ലേ.
പിടിക്കണ അമ്മ പൊക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പറ്റുമോ? കവർ അതിൻ്റെ ഉള്ളിൽ കുഴപ്പമില്ല. എനിക്ക് ഈ ഒരു സംഭവം മനസ്സിൽ ഒരുപാട് സംതൃപ്തി നൽകിയൊരു സംഭവം. ഇവരെ വീടിനകത്തേക്ക് വന്ന് നോക്കിയ സമയത്ത് ശരിക്കും ഇവരാണ് അർഹതപ്പെട്ടവരെന്ന് തോന്നിയ ഒരു വയസ്സായ ഉമ്മയാണ്. മക്കളൊന്നും അടുത്തില്ല. അപ്പോൾ ഇവർ ഈ അടുത്തുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതും, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടവും തോന്നി. ശരി, ഇങ്ങനെയുള്ള ഒരാൾക്കാണല്ലോ നമ്മളെക്കൊണ്ട് ഒരു ചെറിയൊരു ഹെൽപ്പെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സംതൃപ്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ വീടിനടുത്ത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ബോക്സ് ഇതിലുള്ളത്, ഇത് ഒരു ബോക്സ് ഞാൻ നൂല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ, അതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എനിക്ക് ഇനി എപ്പോഴും പറ്റുമ്പോൾ ഞാൻ വരാം. വീട് വാടകയ്ക്ക് ഇരിക്കുന്നില്ല. അത് ഞാൻ ചോദിക്കണം വിചാരിച്ചു, നിങ്ങൾ മരുന്നൊക്കെ എങ്ങനെ വാങ്ങണ്, അടിച്ചു കൊടുത്തിട്ട് തന്നെയാണോ എന്നുള്ളത്. ശരി, ഏതായാലും ഒക്കെ നല്ലപടി നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. മക്കളൊക്കെ വന്ന് അന്വേഷിച്ചു. എൻ്റെ വീട് ശരി, അയ്യോ ഒന്നും വേണ്ട. പിന്നെ മറ്റേ മൊത്തത്തിൽ അതിന്റെ പണികളൊക്കെ കഴിയില്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് ഇതിൽ അടിക്കാൻ പറ്റില്ല. ആ സമയത്ത് മറ്റേ മെഷീൻ ആരെങ്കിലും കഴിവില്ലാത്തവർക്ക് നിങ്ങളായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊടുത്താൽ മതി. ശരി ശരി ശരി, സന്തോഷം. ശരി, അസ്സലാമു അലൈക്കും. ശരി, വാ. ശരി. ഒരേ കൂടിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കാരണം മഹ്രിബ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, വേഗം നിസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ തിരക്കിൽ വരുന്ന സമയത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. നമ്മുടെ ചുച്ചുക്കുട്ടി ഇവിടെ മൊത്തം വെള്ളമാക്കി വെച്ചിരിക്കുക കേട്ടോ. ഞാൻ അതിൽ ചവിട്ടി ഒരൊറ്റ വഴിക്ക് വീഴല്. ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ സംഭവിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയത്. അത്രയും അവിടെ വെള്ളം ഉണ്ടായിരുന്നു. കാല് പോയ സ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ പറയണം. ഇത് കാണുമ്പോൾ ചിലർ അങ്ങനെ തന്നെ വേണമെന്ന് പറയും. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ശരിക്കും എന്തോരം പണിയാണെന്നറിയോ. ഓരോരുത്തർ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അവസാനം നോക്കുമ്പോൾ ഫോൺ നമ്പർ ഉണ്ടാവില്ല, ചിലർക്ക് പേരുണ്ടാവില്ല, ഇതിലൊക്കെ ഇടാൻ പറ്റൂല. മൊത്തം കുടുങ്ങി പോയി. അഡ്രസ്സ് മാത്രം ഇടാൻ പറഞ്ഞാൽ കുറേ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. വായിക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടേ. ഞാൻ ശരിക്കും വഴുക്കിയിട്ട് താഴെ വീണ സമയത്ത് എനിക്ക് വയറും എൻ്റെ ബാക്ക് സൈഡും ഇടിക്കാതിരിക്കാനും ഞാൻ കാലുകൊണ്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത്, അതായത് എൻ്റെ മുട്ട് ഞാൻ കുത്തി, കൈ വന്നിട്ട് സൈഡിലുള്ള അലമാറിൻ്റെ ആ ഭാഗത്ത് ഫുള്ളായിട്ട് അരിഞ്ഞ് ചെറുതായിട്ടൊന്നും ബ്ലഡും വന്നിട്ടുണ്ടായിരുന്നു. കാല് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഈ ദാനധർമ്മം കൊണ്ട് മാത്രമാണ് വലിയ അപകടമൊന്നും സംഭവിക്കാത്ത. വേദന ഉണ്ടെങ്കിലും വലുത് വരുന്നത് ചെറുതായി പോയി എന്ന് പറയുന്നത് ശരിക്കും ഇതിൽ ഒരു കാര്യമാണ് കേട്ടോ. അടുത്തൊരു പ്രമോഷൻ കൂടി ഉണ്ട്. ഇത് ചെയ്യണം വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ട് നടക്കുന്നില്ല. നമുക്ക് ഏതായാലും ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. വീട് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു കേട്ടോ. എനിക്ക് എണിക്കാൻ പോലും പറ്റുന്നില്ല മുട്ട് കുത്തിയിട്ട്. പിന്നെ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇക്കോ വന്ന് വേഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. പക്ഷേ അൽഹംദുലില്ലാ, ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ശരിക്കും വയറടിച്ച് വീഴേണ്ടതായിരുന്നു. അതായത് നമ്മുടെ ചുച്ചുക്കുട്ടി എന്തിരിക്കുന്നു വെച്ചാൽ ഈ ഇതില്ലേ പൈപ്പ് വെള്ളം ഫുള്ളായിട്ട് കിച്ചണിലേക്ക് അടിച്ചു വിട്ടിരിക്കുക. റേന തുടച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ ബാക്കി ഫുള്ള് വെള്ളവും കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതറിയാതെയാണ് ഞാൻ തിരക്ക് പിടിച്ചിട്ട് വേഗം അതിലേക്ക് പോയത്. ഒരു മെഹന്തി ആണ് കേട്ടോ, മെഹന്തി പേജ് എന്നാണ്. അവർ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാനും വേണ്ടിയിട്ട് തന്നതാണ്. ആക്ച്വലി ഞാനിപ്പോൾ മെഹന്തി ഒന്നും എടുക്കാറില്ല, ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് അതൊരു ബാധ്യതയാവും എന്ന് പറഞ്ഞിട്ട്, ഇവർക്കാണെങ്കിൽ ബിസിനസ്സും നമ്മൾ വൈകിപ്പിച്ചാൽ മുടങ്ങില്ല, അത് വിചാരിച്ചിട്ടാണ്. നല്ല എന്താ പറയുക, ഹോം മെയ്ഡ് അല്ലേ, ഇത് ഓർഗാനിക് മെഹന്തി എന്ന് പറയും.
ഇട്ട് നോക്കിയില്ല, ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു എന്നുള്ളൂ. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇടണം കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരാം, ഇവരെ നമ്മൾ ടാഗ് ചെയ്തിട്ട് ഇടാം കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്. ഇത് വന്നിട്ട് ബ്രൈഡൽ കിറ്റ് ആണെന്നാണ് പറഞ്ഞത്. 2 ഇത് ബാൻഡ് തന്നിട്ടുണ്ട്, പിന്നെ തലയിലിടുന്നൊരു സംഭവം, ഗ്ലൗസ് ഉണ്ട്, പിന്നെ തലയിൽ മുടി മറ്റേതിട്ടൊരു കെട്ടാനുള്ള അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. അത് ഹെയർ ഹാനാണ് വലിയ സംഭവം പറഞ്ഞത്. ഈ വീഡിയോ 2 ദിവസം മുമ്പത്തെയാണ്, അതായത് നിങ്ങൾ കാണുമ്പോൾ തലേ ദിവസത്തെയാണ്. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇതുപോലെ അയച്ചിട്ടുണ്ട്. അതിൽ 2-3 തിരിച്ച് വന്നിട്ടുണ്ട്. ഇവർ പിൻകോഡ് വെക്കാതെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇരുന്ന് എഴുതലും ഒക്കെ എഴുതി കഴിഞ്ഞ് അവസാനം തിരിച്ച് വരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഫുൾ അഡ്രസ്സ് അയച്ച് ആർക്കെങ്കിലും ആയിരിക്കും അയക്കുക. വിധിയില്ലാന്ന് വിചാരിക്കുക, അല്ലാതെ എന്താ ചെയ്യുക. വീണ്ടും നമുക്ക് പഴയ മെയിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാനും പറ്റില്ല. ചിലവരൊക്കെ 2-3 പ്രാവശ്യം ഒരേ അഡ്രസ്സൊക്കെ അയച്ചിട്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പറായി വഴി അറിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ സാധനം കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.